ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. യേശു 10 പ്രാർത്ഥന പഠിപ്പിച്ചില്ല, ഒരു പ്രാർത്ഥനയെ പഠിപ്പിച്ചുള്ളൂ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഈ പ്രാർത്ഥനയിൽ ഇന്ന് ഞാൻ നിങ്ങളോട് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ ആകണമേ. ഇന്ന് പകൽ എത്ര പേർക്ക് അത് പ്രാർത്ഥിക്കാൻ സാധിക്കും? സ്വർഗത്തിലെ പിതാവേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. തന്നിഷ്ടക്കാരായി ജീവിക്കുന്ന അനേകർ ഇന്ന് ലോകത്തിലുണ്ട്. ഭാര്യ ഭർത്താവിന് കീഴ്പ്പെടുകയില്ല, ഭർത്താവ് ഭാര്യയുടെ വാക്ക് കേൾക്കില്ല, മക്കൾ അപ്പന് കീഴ്പ്പെടുകയില്ല, അപ്പൻ മക്കളെ സ്നേഹിക്കുന്നില്ല, മുഴുവൻ തമ്മിൽ തല്ലാണ്. ഇതിനകത്ത് ദൈവത്തിൻ്റെ ഇഷ്ടം നിവർത്തിക്കുവാൻ എങ്ങനെ സാധിക്കും? യേശു ഗെത്സമന തോട്ടത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു, ദൈവമേ, കഴിയുമെങ്കിലും ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിവർത്തിക്കട്ടെ. ഇന്നത്തെ ദിവസം ഇത് നിങ്ങളുടെ പ്രാർത്ഥനയായി തീരട്ടെ. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്ന ഒരു ചെറിയ സമൂഹത്തെ ദൈവം ഒരുക്കട്ടെ. ദൈവം നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെ എല്ലാം അതിനായി ഇന്ന് പകൽ ഒരുക്കട്ടെ. ഞാൻ എൻ്റെ ഒരു അനുഭവം പങ്കുവെക്കാം. ഈ അനുഭവം ഇങ്ങനെയാണ്. എൻ്റെ മൂത്ത മകൾ അബിഗെയിൽ, അവൾ ഒരു ഡോക്ടർ ആകണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. അവൾ പരീക്ഷ എഴുതി, നല്ലവണ്ണം പഠിക്കും, 24 മണിക്കൂറും പഠിക്കും, നല്ല മാർക്ക് മേടിക്കും. അവിടെ ഹരിശ്രീ സ്കൂൾ പൂങ്കുന്നത്താണ് പഠിച്ചത്, +10 സ്റ്റാൻഡേർഡ് വരെ. +2 നിർമ്മലമാതയിലാണ് ചെയ്തത്. പഠിച്ച സ്കൂളിലൊക്കെ ടീച്ചർമാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കറിയാം അവൾക്ക് ഡോക്ടർ ആകാൻ സാധിക്കും, എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. പക്ഷെ എന്ത് സംഭവിച്ചു? വെല്ലൂർ ചെന്നപ്പോൾ ചില മാർക്കുകൾക്ക് ഇന്റർവ്യൂ വരെ പോയി, ചില കാരണം കൊണ്ട് കിട്ടിയില്ല. ലുധിയാനയിൽ ചെന്നപ്പോൾ അവിടെയും എന്തോ ഒരു ചെറിയ കാരണം കൊണ്ട് ഒരു റാങ്കിന് മിസ്സായി. പക്ഷെങ്കിൽ അവക്ക് ഡെന്റിസ്ട്രിയിൽ 2nd റാങ്കാണ് CMC ലുധിയാനയിൽ. അവൾക്ക് വലിയ സന്തോഷമാണ്. അവൾ പറഞ്ഞു, എനിക്ക് ഡെന്റിസ്റ്റ് ആയാൽ മതി, പപ്പ ഡോക്ടർ ആണല്ലോ, പല്ല് പറിക്കേണ്ടി ആരും പപ്പയുടെ അടുക്ക വരില്ല, എൻ്റെ അടുക്കലേ വരുള്ളൂ, പപ്പ പേടിക്കണ്ട. അത് മാത്രമല്ല, പെൺകുട്ടിയായ ഞാനായതുകൊണ്ട് ഡെന്റിസ്റ്റ് ചെയ്യുന്നതാണ് എനിക്ക് നല്ലത്. കുടുംബം നോക്കാൻ ഇച്ചിരി സമയം കിട്ടും, ബാക്കിയുള്ള കാര്യങ്ങൾക്ക് കിട്ടും. അപ്പയെപ്പോലെ ഓടി നടക്കാനൊന്നും എനിക്ക് പറ്റില്ല, എനിക്ക് ഡെന്റിസ്ട്രി മതി എന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും എനിക്കത് സ്വീകരിക്കാൻ പറ്റിയില്ല. എൻ്റെ മനസ്സിൽ അതൊരു വലിയ വിഷമമായിരുന്നു. അവർക്ക് മെഡിസിന് കിട്ടണം എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. ഞാൻ വിഷമിച്ചുകൊണ്ടിരുന്നു. ഞാൻ വിചാരിച്ചു, ദൈവമേ, അത് എങ്ങനെ നടക്കുമോ ഇല്ലയോ. പിറ്റേ ദിവസം ഡെന്റൽ അഡ്മിഷന് വേണ്ടി ഞാൻ കാത്തിരുന്നപ്പോൾ അവൾ അകത്തോട്ട് പോകാൻ പോവാണ്, ഞാൻ ഫീസ് കൊടുക്കാൻ പോവാണ്. ഒരത്ഭുതം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എൻ്റെ ഒരു കൂട്ടുകാരൻ ഗുൽ കൃപലാനി ബോംബെയിൽ ഒരു ഫിഷറീസ് വലിയ മെർച്ചൻ്റാണ്, ഭയങ്കര ഭാഷകാരനാണ്. പുള്ളി ഒരു SMS, ബെനഹീനെ ഇന്ത്യയിൽ കൊണ്ടുവന്നൊരു വ്യക്തിയാണ്. എനിക്കൊരു SMS, പുള്ളി സാധാരണ അങ്ങനെ അയക്കില്ല. ഇങ്ങനെയാണ് SMS: ഗോഡ് അപ്സെറ്റ്സ് യുവർ പ്ലാൻസ്. അപ്പോഴെനിക്കറിയാം, എങ്ങനെ അയാൾക്കറിയില്ല ഞാൻ എവിടാന്ന്. ഗോഡ് അപ്സെറ്റ്സ് യുവർ പ്ലാൻസ്, ബിക്കോസ് ഗോഡ് CCTV, ദൈവത്തിന്റെ ക്യാമറ എൻ്റെ പുറത്തിരിക്കുക. അപ്പൊ എൻ്റെ പ്ലാനിനെ ദൈവം അപ്സെറ്റ് ചെയ്തു എന്നുള്ളത് എനിക്കറിയാം, ദൈവത്തിനും അറിയാം. ഗോഡ് അപ്സെറ്റ്സ് യുവർ പ്ലാൻസ് ടു സെറ്റ് അപ്പ് ഹിസ് പ്ലാൻസ്. അവന്റെ പദ്ധതി എൻ്റെ ജീവിതത്തിൽ നിവർത്തിക്കാൻ ഹി അപ്സെറ്റ്സ് മൈ പ്ലാൻസ്. അപ്പം ഞാൻ സീരിയസ് ആയിട്ട് വായിക്കാൻ തുടങ്ങി. അടുത്ത വാക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയത്. യു പ്ലാൻ യുവർ ഫ്യൂച്ചർ ബൈ സീയിങ് ദ പ്രസന്റ്. ഹി പ്ലാൻസ് ദ പ്രസന്റ് ബൈ നോയിങ് യുവർ ഫ്യൂച്ചർ. നിന്റെ ഭാവി ഇന്നത്തെ ദിവസം കണ്ടുകൊണ്ട് നീ പണിയുമ്പോൾ, നിന്റെ ഭാവിയെ കണ്ടുകൊണ്ട് ഇന്നത്തെ ദിവസം ആവശ്യമുള്ളതൊക്കെയും ദൈവം ഒരുക്കുന്നു. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിവർത്തിക്കട്ടെ. നിന്റെ നാളത്തെ ദിവസം അറിയാവുന്ന എൻ്റെ ദൈവം, നിന്റെ അവസാന നിമിഷം വരെ മനസ്സിലാക്കുന്ന എൻ്റെ ദൈവം, നിന്നെക്കുറിച്ച് അത്ഭുതകരമായ പദ്ധതി ഒരുക്കുമ്പോൾ ഭാവി കണ്ടുകൊണ്ടാണ് ദൈവം ഇന്നത്തെ ദിവസം ഒരുക്കുന്നത്. നമ്മൾ ഇന്നത്തെ ദിവസം കണ്ടുകൊണ്ടാണ് ഭാവിക്ക് വേണ്ടി ഒരുക്കുന്നത്. എന്ത് വ്യത്യാസം! ഇസ്രയേൽ ജനത്തെ മരുഭൂമിയിൽ ദൈവം നടത്തിയപ്പോൾ അവർ പോകേണ്ട ഓരോ വഴിയും ദൈവം തന്നെ പോയി കണ്ടുപിടിച്ച്, എവിടെ താവളം അടിക്കണമെന്ന് ദൈവം തന്നെ കണ്ടുപിടിച്ച് അവർക്ക് വേണ്ടി പദ്ധതി ഒരുക്കി. എൻ്റെ വീട്, നിങ്ങൾ താമസിക്കേണ്ട സ്ഥലം, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അഡ്മിഷൻ, നിങ്ങളുടെ ഭാവി, ഓരോന്നും മനസ്സിലാക്കുന്ന എൻ്റെ ദൈവം ഭംഗിയായി ചെയ്തു തരും. ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. നിങ്ങൾ അവന്റെ ഇഷ്ടത്തിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുക. സബ്മിറ്റ് യുവർ ലൈഫ് ഫോർ ഹിസ് വിൽ. യേശു പ്രാർത്ഥിച്ചതുപോലെ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ലോർഡ്, ലെറ്റ് യുവർ വിൽ ബി ഡൺ ഇൻ മൈ ലൈഫ്.
എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം. പലപ്പോഴും നമുക്ക് വിട്ടുകൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഈ ലോകത്തിന്റെ പ്രമാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50-50, പകുതി ദൈവത്തിന്റെ ഇഷ്ടം, പകുതി എൻ്റെ ഇഷ്ടം. അങ്ങനല്ല, 100% പൂർണ്ണമായി ദൈവത്തിന്റെ കൈ വിട്ടുകൊടുക്കാൻ. അങ്ങനെ സാധിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ സാധിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിന് നമുക്ക് അനുഗ്രഹിക്കാൻ പറ്റുകയുള്ളൂ. ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി നമ്മെ സമർപ്പിക്കുമ്പോൾ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ഈ ലോകത്തിൽ സൃഷ്ടിച്ചിരിക്കുന്ന എല്ലാ സംഗതിക്കും മാനുഫാക്ചറിങ് മാനുവൽ ഉണ്ട്. വാച്ച് എങ്ങനെ ഉപയോഗിക്കേണ്ടത്, കമ്പ്യൂട്ടർ എങ്ങനെ ഉപയോഗിക്കേണ്ടത്, മൊബൈൽ ഫോൺ എങ്ങനെ ഉപയോഗിക്കേണ്ടത്, ഇതിനൊക്കെ മാനുഫാക്ചറിങ് മാനുവൽ ഉണ്ട്. മനുഷ്യനില്ല. മനുഷ്യന്റെ മാനുഫാക്ചറിങ് മാനുവൽ എന്താണെന്നറിയാമോ? ബൈബിളാണ്, തിരുവചനമാണ്. അപ്പോൾ ദൈവത്തിന്റെ വചനത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിച്ചെങ്കിൽ മാത്രമേ സമൃദ്ധിയായ ഒരു ജീവിതം ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. പല ക്രിസ്ത്യാനികൾ പോലും ഇന്ന് വചനം വായിക്കുന്നില്ല. ഇന്നാൾ ഞാൻ ഒരാളിനോട് ചോദിച്ചു, നിങ്ങൾ ആമോസിന്റെ ബുക്ക് വായിച്ചോ? ഏത് ആമോസ്? ആമോസ് അറിയില്ല, മത്തായി മർക്കോസ് അറിയാം. മലാക്കിയുടെ പുസ്തകം വായിച്ചോ? മാലാക്കാന്ന് കേട്ടിട്ടുണ്ട്, മാലാക്കിന്ന് കേട്ടിട്ടില്ല. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ആമോസിനെയും മലാക്കിയെ ഒക്കെ കാണും. ഇതൊക്കെ വായിക്കണം. വചനമാണ് നമ്മുടെ ജീവിതത്തിലെ പ്രമാണം. ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്നത് വചനത്തിലൂടെയാണ്. ഇന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിവർത്തിക്കട്ടെ. എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം. പിതാവിന്റെ ഇഷ്ടത്തിന് വേണ്ടി ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അനുഗ്രഹത്തിന്റെ ദിവസമായിരിക്കും, വിടുതലിന്റെ ദിവസമായിരിക്കും, നന്മയുടെ ദിവസമായിരിക്കും. ദൈവം നിങ്ങളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. എനിക്കറിയാം ഈ പ്രോഗ്രാം കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ദൈവം ഇന്ന് സമൃദ്ധിയായി അനുഗ്രഹിക്കാൻ പോകുകയാണ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ ദിവസമാണ്. ഇന്ന് നമുക്ക് സന്തോഷിച്ച് ആനന്ദിക്കാം. This is a special day God has made for you. And I know God has plans for you. All my prayers are with you. എൻ്റെ പ്രാർത്ഥനയൊക്കെ നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ഇഷ്ടങ്ങളെ താത്തി വെച്ചിട്ട് ദൈവത്തിന്റെ ഇഷ്ടം മനസ്സിലാക്കി ദൈവശബ്ദം കേട്ട് മുമ്പോട്ട് പോകുവാൻ ദൈവം നിങ്ങൾക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഈ പ്രോഗ്രാം കേൾക്കുന്ന എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. May God bless you.